നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു മഞ്ഞൾ കൃഷി വിളവെടുപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഏട്ടൻ മഞ്ഞളിൻ്റെ ഇലകളെല്ലാം പറിച്ച് നീക്കുന്നുണ്ട്. നീക്കിയതിന് ശേഷം മാത്രമല്ലേ കളിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വള്ളികളെല്ലാം അരിഞ്ഞു മാറ്റുന്നുണ്ട്. ഏട്ടൻ മഞ്ഞളിൻ്റെ ഇലയിലൊന്ന് അരിഞ്ഞു മാറ്റുമ്പോഴേക്ക് ഞാൻ ഈ വാർത്തയെ കൂട്ടിയിട്ട് കുറച്ചും കാര്യം കാണിക്കാം. ഇത് നമ്മളൊരു കുഞ്ഞു കറിവേപ്പില മരമാണ്. നമ്മൾ വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഈ കറിവേപ്പിലയാണ്. കുറച്ച് ഭാഗം കളിച്ച് വെച്ചതുണ്ട് ഏട്ടൻ. അപ്പോൾ നമുക്കൊന്ന് അതിനെ പറക്കിയിട്ട് വട്ടിയിലേക്ക് ഇട്ട് വെക്കാം. കുറേ കഷ്ണങ്ങളായിട്ടുണ്ട്. മണ്ണ് നല്ല ഉറച്ച മണ്ണായതുകൊണ്ട് പൊട്ടി പോയിട്ടുണ്ട്. ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആവുന്നുണ്ടോ നോക്കട്ടെ. നല്ല ഉറച്ച മണ്ണായതുകൊണ്ട് കുറച്ചും ബുദ്ധിമുട്ടുണ്ട് കളിച്ചെടുക്കാൻ. പിന്നെ ഇത് കുറച്ചും വലിയ കണ്ടയായിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ ചേന പുണക്കയെല്ലാം വട്ടത്തിൽ വലിയൊരു കണ്ടയായിട്ടുണ്ട്. അതാണ് കളിക്കാൻ കുറച്ചും ബുദ്ധിമുട്ട്. കളിച്ച് നോക്കട്ടെ. കണ്ട് ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം കുറേ പൊട്ടി പോയിന്. എന്നിട്ട് തന്നെ ഇതിപ്പോൾ ഇത്രയൊക്കെ ഉണ്ട്. മൊത്തം കിട്ടിയെങ്കിൽ വലിയ കണ്ടയാട്ടി. അപ്പോൾ ഇത് മാന്തി എടുക്കാനും കുറച്ചും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. കുറച്ച് ഉറച്ച മണ്ണായതുകൊണ്ട്. കണ്ടില്ല, അടിയിലെല്ലാം കുറേ കഷ്ണങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏട്ടൻ തന്നെ കളക്കട്ടെ. അങ്ങനെ തൂമ്പ ഏട്ടന് കൈമാറിയിരിക്കുന്നു. ഇനി ഏട്ടൻ കളച്ചെടുക്കട്ടെ. നല്ല കണ്ടിറങ്ങിയിട്ടുണ്ട് മഞ്ഞളിലല്ലേ. നല്ല വെള്ളമുണ്ട് കേട്ടോ മഞ്ഞളിന് ഇപ്രാവശ്യം. നല്ല ഇതുണ്ട്. ഉണ്ടോ, നല്ല മഞ്ഞളുണ്ട്. ഒരു 2 മൂട് കളിച്ചതേ ഇല്ലു, കണ്ടില്ലേ. നല്ല മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കളിച്ച് കഴിഞ്ഞ് ഇതിനെ കഴുകിയിട്ട് ഉണക്കാനിടണം. ഉണക്കിയതിന് ശേഷമാണ് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിക്കുന്നത്. അല്ല, കഴുകിയിട്ട് പറഞ്ഞാൽ നമുക്ക് പൂങ്ങണം. കഴുകിയിട്ട് നമ്മൾ ഇതിനെ തീമ വെച്ചിട്ട് പൂങ്ങണം. ഒരു 3 ദിവസം പൂങ്ങണം അല്ലേ. 3 ദിവസം നമുക്ക് മഞ്ഞൾ പൂങ്ങണം. മഞ്ഞളിന് ഭയങ്കര വേവില്ലതാണ്. മറ്റേ ചൈ അത് വേഗം പൊടി കുത്തിപ്പോലും, മോശമായി പോകും പൊടി. എന്തേ ഇനിയിപ്പോൾ ഇതിനെ കഴുകിയെടുത്തിട്ട്, കഴുകാനും നല്ല പണിയുണ്ട് കേട്ടോ. കഴുകിയെടുത്ത് ഒരു 3 ദിവസം തീമ വെച്ചിട്ട് പൂങ്ങണം. പൂങ്ങിയെടുത്തതിന് ശേഷം ഉണക്കിയിട്ട് പൊടി ഉണ്ടാക്കണം. മഞ്ഞളിന് നല്ലോണം വെന്തത്ര പോരെ പൊടി നന്നായി നിൽക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേഗം മോശമായി പോകുന്നു. അപ്പോൾ 3 ദിവസം നമ്മൾ അതിനെ വേവിച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം അടുത്ത വർഷം വരെ ഒന്നും കേടുകൂടാതെ നിൽക്കും. ഇതെല്ലാം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മൾ കൊടുക്കും, എല്ലാവരും കൊടുക്കും. വിലക്ക് കൊടുക്കുന്നതല്ല, ബന്ധക്കാർക്കെല്ലാം. പിന്നെ കുട്ടികൾക്കെല്ലാം ദുബൈയിലേക്കില്ലേ പൊടി അങ്ങോട്ടെല്ലാം കൊടുത്തുവിടും.
അതിപ്രാവശ്യം നമ്മൾ മഞ്ഞളിന് കോഴി വളം ഇട്ടിന്, അപ്പോൾ അതുകൊണ്ട് നല്ല കണ്ട ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാട്ടാ. അതിന് ഇപ്രാവശ്യം നമുക്ക് കൊടുക്കാനുണ്ടാവും കേട്ടാ. കുറേ മഞ്ഞളുണ്ടല്ലോ. കണ്ട ഒരു മൂട് മഞ്ഞളാണത്. അതാ നല്ലോണമുണ്ട്, നിറയെ മഞ്ഞൾ തന്നെ. എന്താ ചേന ഉണക്കേണ്ടല്ലേ. നമ്മളെ മഞ്ഞൾ കളച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്ത് കഴുകിയെടുക്കണം. ഇത്ര മഞ്ഞളുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം പൊട്ടിച്ചെടുക്കാനാണ് എൻ്റെ പണികൾ. ഇതോരോന്നേ പൊട്ടിച്ചെടുത്തിട്ട് അടുത്ത വർഷം വിത്തിന് വേണ്ടിയിട്ടുള്ളത്, അടുത്ത വർഷം നടാനുള്ള വിത്ത് എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് പൊട്ടിച്ചെടുത്ത് ചെറിയ പീസാക്കണം. അതിൻ്റെ കണ്ടെടുത്ത് വിത്തിന് വെക്കണം. എന്നിട്ട് ഇത് കഴുകണം. ഈ പൊട്ടിച്ചെടുക്കലും കഴുകലുമാണ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് കഴുകണം. ഇതിൻ്റെ ഇടയ്ക്ക് മണ്ണെല്ലാം ഉണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് പൊടിച്ചെടുത്ത് കഴിയുന്ന സമയത്ത് പൊടിയിലെല്ലാം മണ്ണാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം കഴുകിയെടുക്കണം ഇത്. ഇതിപ്പോൾ അതെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് അതിനിങ്ങനെ പൂട കൊണക്കുക, വേര് കൊണക്കുകയില്ലേ, അതെല്ലാം പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ഇന്നലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാവിലെ ഒരു 2 പ്രാവശ്യം കഴുകി കഴിഞ്ഞത്. ഇതിപ്പോൾ 3ാമത് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി പീന ഒന്ന് നന്നായി കഴുകി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പത്ത് കയറ്റി വെക്കാം. കഴുകിയെടുത്തിട്ടെല്ലായി. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത്
ഒരു 3 ദിവസം വേവിച്ചെടുത്ത മഞ്ഞളാണ്. ഇനിയിപ്പോൾ 2ാം ട്രിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2ാം ട്രിപ്പാണ്. ഇനിയിപ്പോൾ ആ ചെമ്പിനൊന്ന് തേച്ച് പഠിക്കേണ്ട പണിയുണ്ടല്ലോ, വിചാരിക്കാൻ പറ്റുന്നില്ല. രണ്ടാം ട്രിപ്പും ഉണക്കാനിട്ടു. ആദ്യത്തേത് കുറച്ച് ഉണങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ പൊടിക്കാൻ കൊണ്ടുപോകാനുള്ള മഞ്ഞൾ വാരി കെട്ടി വെച്ചു. അങ്ങനെ മഞ്ഞളെല്ലാം പൊടിച്ചു കൊണ്ടുവന്നു. നമ്മൾ ഒരു 3 കിലോ മഞ്ഞളെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ. മറ്റുള്ള മഞ്ഞൾ നമ്മൾ കടയിൽ കൊടുത്തു. നമുക്ക് ഒരുപാട് മഞ്ഞൾ വേണ്ടല്ലോ, അടുത്ത വർഷത്തേക്കുള്ളത് വേറെ നടാനുണ്ടല്ലോ, ഇപ്രാവശ്യത്തേക്കല്ലേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇത്ര പൊടിച്ചു. ഇനി പീനെല്ലാം ഒന്ന് ഭരണിക്കകത്തേക്ക് ആക്കി വെക്കണം.